ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്കൊന്ന് ജുമയൊക്കെ കൂട്ടിയിട്ട് പയ്യെ വന്നാലോ? അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ മക്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആക്ച്വലി മക്കയിലെ ജുമ എന്ന് പറയുന്നത് ടിപ്പിക്കൽ സൗദി അറേബ്യൻ ജുമയായിരിക്കും. അധികം താമസമില്ല, പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം നടക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന അൽ നുസ എന്ന് പറയുന്ന സ്ട്രീറ്റ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ട്രീറ്റാണത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹറം മസ്ജിദിൻ്റെ അടുത്തുള്ള ക്ലോക്ക് ടവർ. പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ്. ഷൂസ് ഇട്ടിരിക്കുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കേണ്ട. ചെരുപ്പിട്ടാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, ഷൂ ആണെങ്കിൽ കൊണ്ടുപോയില്ല. ഇവിടെയാണ് നമ്മൾ ജുമ്മ കൂടാനായിട്ട് വരുന്നത്. റൂമിൽ നിന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. എവിടെ നോക്കിയാലും ഇതുപോലെ ഈന്തപ്പഴം മരങ്ങൾ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, മദീന മസ്ജിദിൻ്റെ ചെറിയൊരു രൂപകൽപ്പനയൊക്കെ ഉണ്ട് ഇതിന്. കച്ചവടക്കാർ ജുമ്മയ്ക്ക് മുമ്പായിട്ട് അവരുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തതിനാൽ പുറത്ത് നേരത്തെ തന്നെ ആളുകൾ വന്ന് സ്ഥലം പിടിച്ചിരിക്കുന്നത് അതും ഒരു മരത്തിൻ്റെ ചോട്ടിൽ. ഇതാണ് നമ്മൾ ജുമ്മയ്ക്ക് വന്ന പള്ളിയുടെ അകം എന്ന് പറയുന്നത്. നാട്ടിലത്തെ പോലെ തന്നെ തടി കൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലത്ത് സൈഡിലൊരു പാകിസ്ഥാനി ആണെങ്കിൽ ഇടത്ത് സൈഡിലൊരു മസരി ആയിരിക്കും, ഫ്രണ്ടിലൊരു സൗദി ആണെങ്കിൽ പുറകിലൊരു യമനി ആയിരിക്കും. അത്രയേ ഉള്ളൂ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഓരോ കച്ചവടക്കാരുടെ അടുത്ത് കാണുന്ന ആൾക്കൂട്ടം ഞാൻ ശ്രദ്ധിക്കുന്നത്. നല്ലൊരു വ്യത്യസ്തമായുള്ളൊരു വൈബാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതായത് പഴയ ഒരു രീതി, അതായത് ഈ പള്ളിയുടെ പരിസരങ്ങളിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നത് ഒരു നല്ല രസമാണ് അത് കണ്ടു നിൽക്കാൻ. ഇവിടെ അതുപോലെ തന്നെ കച്ചവടക്കാർ തന്നെയാണ്. സാധാരണ മൊബൈൽ ഫോൺ ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുന്നതാണ്. ഇന്ന് കൂടുതലും പച്ചക്കറി ഐറ്റംസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇവിടെ. ആ പയ്യനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ പയ്യനെ കണ്ടു കാണുമായിരിക്കും. ഞാൻ ഫോൺ കൊണ്ട് ചെന്നപ്പോൾ എന്നോട് ആ പയ്യൻ എന്തോ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജുമ നിസ്കരിച്ചു, കാഴ്ചകൾ കണ്ടു, സൗദിയിലുള്ളൊരു പയ്യൻ്റെ വായിരിക്കുന്നതും കേട്ടു. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. പിന്നീട് കാണാം.